കണ്ടിട്ട് ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാ. ഞാനേ തലശ്ശേരി ഒരു പനിയന്വേഷിച്ച് വന്നവിടെ ഇരിക്കല് എൻ്റെ പേഴ്സ് കൊണ്ടുപോയി. അപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പൈസയില്ല, ഫുഡ് കഴിക്കാൻ വിഷമം, ഉച്ചകൊട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും അടുത്തെന്തെങ്കിലും അയിമ്പുറത്ത് ഉണ്ടാവില്ല. ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ പേഴ്സ് മിസ്സായി ബന്ധപ്പെട്ട് കിട്ടുന്നില്ല, ആണും കിട്ടിയില്ല. പിന്നെ എൻ്റെ വിളിക്കാൻ ആരും ഇല്ല. അയിമ്പുറത്ത് ഉണ്ടാവും ഏതെങ്കിലും. തോന്നുന്നില്ല അതന്നെ ലുക്കാണെന്ന് പറയാം. പണി അന്വേഷിച്ച് ഇല്ല അങ്ങനെ ഇതാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിന് പോകാൻ ചില്ലറില്ല പോകാൻ. വേറെ ബുദ്ധിമുട്ടാണ് വന്നാൽ ചില്ലറ ഉണ്ടെങ്കിൽ മതി. ഞാന് ഹോസ്പിറ്റലിൽ പോയിട്ട് അതല്ല അങ്ങനെ പറയുമ്പോ അങ്ങനെ ഇപ്പൊ അമ്മക്കൂലെ മക്കളല്ല ചില്ലറിയില്ല എന്റെ അടുത്ത്. എൽശ്ശേരിക്ക് പോവാനാ? ശരി പോകണം. എൽശ്ശേരി 10 കിലോ എത്ര വെച്ചാ ഇതൊറ്റ ഇതൊന്നുമല്ല, നമ്മളൊരിതാ ഒരു വീഡിയോ എടുക്കലാണ്. നമ്മളാരെയും സഹായിക്കാൻ അറിയാൻ വേണ്ടി ഒരു വീഡിയോ എടുത്താണ്. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാ. പെട്ടെന്ന് തരാൻ തോന്നിയേ. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ ചോദിച്ചത് തരാൻ തോന്നി. തരാൻ തോന്നാണ് നിന്നെ കാട്ടിലൊക്കെ തോന്നാം. ഞാനൊരു സംശയത്തിലായാലുള്ളത്. അങ്ങനെ പോവുകയാണെങ്കിൽ പോകാതിരിച്ചു പോകുന്നത് സാധാരണയാണല്ലോ. അതെ അതെ അതെ. എന്നാലും ഇക്കാലം തരാൻ പറ്റിയ വലിയ മനസ്സിൽ വലിയൊരു അങ്ങനെയാണ്. നാളെ ഞാൻ ഉണ്ടാവും. എങ്ങനെ നാളെ ഞാനിപ്പോ ഉണ്ടാവും. അങ്ങനെ ഇതിപ്പോ പൈസ കഴിച്ചു നാളെ ഞാൻ ഉണ്ടാവോ നീ ഉണ്ടാവും അവിടെ പറ്റും. അതെ അതെ ഇക്കാ നമ്മളെ ബാക്കിയാവും നമ്മളുണ്ടാവില്ല. അതെ അതെ ഇക്ക എന്തായാലും എന്തായാലും ഇക്ക നല്ലൊരു മനസ്സാണ്. നമ്മൾ ഇക്കാക്ക് ഒരു എന്തായാലും ഗിഫ്റ്റ് തരാൻ നോക്കാം. എനിക്ക് എടുക്കറ്റ എന്തായാലും നമ്മളെ അത്രയും അങ്ങനെ ചോദിച്ചതിക്ക് അപ്പൊ സഹായിക്കാൻ കാണിച്ച മനസ്സ് വലിയൊരു നന്മേന്റെ ഒരു ഇതാണ്. നമ്മളത് സ്നേഹം മോളല്ലേ നമ്മൾ ചെറിയൊരു പ്രാങ്കായിട്ട് കൊച്ചുമോളാ. ഓക്കെ രണ്ടാളും കൂടി വാങ്ങിക്കോട്ടാ. ഓക്കെ ഇത് ചെറിയ ഉപ്പാപ്പന്റെ സ്നേഹത്തിനുള്ള ഒരു ഉപകാരം. ഓക്കെ ഗ്രാൻഡ് ബസാറിനാകാം. ഹാപ്പി അല്ലേ? ഇനിയും കാണാട്ടാ. ഗ്രാൻഡ് ബസാറിന്റെ ഗ്രാൻഡ് ബസാറായിട്ട് ഞാൻ മുതലാളിയായിട്ട് ഭയങ്കര കമ്പനിയല്ലേ. പിന്നെ സാധിക്ക് ഞാൻ അവനെ പിന്നെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്കായിരുന്നു 1 വർഷമായി പോകാത്ത. ഏട്ടനെ ഇവിടെ അവന്റെ വീട്ടിൽ തന്നെ. ഓ നിങ്ങള് മോള് വരെ അവിടെ നിന്ന് തല പൊട്ടിയിട്ട് ആശുപത്രി കൊണ്ടുപോയതാ. അതല്ലേ ചാക്കിൽ കാണട്ടാ. ഓക്കെ അപ്പോൾ നന്മയുള്ള മനസ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അത് ഇതേപോലെ തന്നെ നന്മയുടെ ലോകം തേടി നമ്മൾ ഇനിയും കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളായിട്ട് ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.